സ്ത്രീകൾ എന്തുകൊണ്ടാണ് അധികമായി സംസാരിക്കുന്നത്? അതവരുടെ സ്വഭാവമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സ്ത്രീകൾ അധികമായി സംസാരിക്കുന്നു എന്നത് പൊതുവായ ഒരു ധാരണയാണ്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒരു സത്യമല്ല അത്. ചില പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ശരാശരി സംസാരിക്കുന്ന വാക്കുകളുടെ എണ്ണം വളരെ വ്യത്യാസമില്ല എന്നാണ്. പക്ഷേ സംസാരത്തിൻ്റെ രീതിയിലും വിഷയങ്ങളിലും വികാരപ്രകടനത്തിലും വ്യത്യാസങ്ങളുണ്ടാകാം. സാധാരണയായി പറയുന്ന ചില കാരണങ്ങൾ: സ്ത്രീകൾ പലപ്പോഴും വികാരങ്ങൾ പങ്കുവച്ച് ബന്ധങ്ങൾ ശക്തമാക്കാൻ ശ്രമിക്കുന്നവരാണ്. സംസാരത്തിലൂടെ സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിലുള്ളത് തുറന്നു പറയാനും ചിലർക്ക് ഇഷ്ടമാണ്. കുടുംബ സാമൂഹിക സാഹചര്യങ്ങൾ സ്ത്രീകളെ കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ പുരുഷന്മാർ ചിലപ്പോൾ പ്രശ്നപരിഹാര കേന്ദ്രീകൃതമായി സംസാരിക്കുന്നവരാണ്. അതേസമയം സ്ത്രീകൾ അവരുടെ അനുഭവങ്ങളും വികാരങ്ങളും കൂടുതൽ വിശദമായി പങ്കിടാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കൂടുതൽ സംസാരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതേസമയം വളരെ കുറച്ച് സംസാരിക്കുന്ന സ്ത്രീകളുമുണ്ട്, വളരെ അധികം സംസാരിക്കുന്ന പുരുഷന്മാരുമുണ്ട്. വ്യക്തിത്വം, വളർച്ച, സംസ്കാരം, തൊഴിൽ, സൗഹൃദ വലയം എന്നിവ ഒരാളുടെ സംസാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതലായി സംസാരിക്കും എന്നതൊരു പൊതു സ്റ്റീരിയോ ടൈപ്പായി കാണുന്നതാണ് നല്ലത്. വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. പഴമക്കാരൊരു കാര്യം പറയാറുണ്ട്: ആവശ്യത്തിനുള്ളത് മാത്രം സംസാരിക്കും, അധികം സംസാരിച്ചാൽ വില കുറയും. ഇന്നും സമൂഹത്തിൽ കൂടുതലായി സംസാരിക്കുന്ന ആളുകളെ ചിലർ രഹസ്യമായി കളിയാക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും എന്നൊരു പൊതുധാരണ പലർക്കുമുണ്ട്. പഠനങ്ങൾ പറയുന്നത് ചിലർ അധികമായി സംസാരിക്കുന്നതിന് പിന്നിൽ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഏകാന്തത, ശ്രദ്ധ നേടാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ കാരണമായേക്കാമെന്നാണ്. ചിലർക്ക് സംസാരിക്കൽ ഒരു ആശ്വാസമാണ്, മനസ്സിലുള്ള ഭാരം കുറയ്ക്കാനുള്ള മാർഗമാണ്. എന്നാൽ ആവശ്യത്തിലധികം സംസാരിക്കൽ ചില പ്രശ്നങ്ങൾക്കും വഴിവെക്കാം. നിയന്ത്രണമില്ലാത്ത സംസാരങ്ങൾ പലപ്പോഴും വഴക്കിലേക്കും ബന്ധ തകർച്ചയിലേക്കും ശത്രുതയിലേക്കും എത്തിച്ചേരാം. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ അത് ചിലപ്പോൾ അടിപിടിയിലും അപകടകരമായ സാഹചര്യങ്ങളിലേക്കും പോകുന്നതും നമ്മൾ കാണാറുണ്ട്. സ്ഥിരമായ മാനസിക സമ്മർദ്ദം, കോപം, വിവാദങ്ങൾ ഇവ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസിക ക്ഷീണം ഇവയെല്ലാം ദീർഘകാലത്തിൽ ജീവിത നിലവാരത്തെയും ആരോഗ്യത്തെയും ബാധിക്കും.